ഇഷ്ടപ്പെടുന്ന വർണ്ണഭംഗിയുള്ള ഒരു പഠന ലോകമാണ് വർണ്ണക്കൂടാരത്തിലൂടെ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത്. ഏറ്റവും ഇഷ്ടമായത് എന്താണ്? വർണ്ണക്കൂടാരത്തിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇതിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത് പണ്ടൊരു തലമുറയ്ക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു സമയത്തെടുത്തു ഒരു കുട്ടി ചിത്രം നോക്കി അവൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ ശേഷിയുണ്ടാക്കാൻ ഒരു 13 ഇടങ്ങൾ അവനിവിടെ നിർണയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കളോട് പറയാനുള്ളത്, PTA എന്ന നിലയ്ക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ 13 ഇടങ്ങൾ നമ്മുടെ കുട്ടികൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമോ എന്ന് നിങ്ങൾ ദിവസവും വിലയിരുത്തണം. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഈ സ്ഥലങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ വികാസങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം. അവിടെ വരയിടമുണ്ട്, ആ വരയിടത്തിൽ കുട്ടികൾ വരയ്ക്കുന്നുണ്ടോ? ഭാഷയിടമുണ്ട്, കുട്ടികൾ ഭാഷ സംസാരിക്കുന്നുണ്ടോ? ആ മരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അമ്മയെ കുറിച്ച് കുട്ടി പറയുന്നുണ്ടോ? അതുപോലെ കളിയിടങ്ങളുണ്ട്, സ്പർശന ഇടങ്ങളുണ്ട്, അകങ്കളിയിടമുണ്ട്, പുറംകളിയിടമുണ്ട്, ഹരിതയിടമെന്ന് കുട്ടികൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കയ്യൊപ്പ്, കുട്ടികളുടെ ടീച്ചർമാർ പറയാതെ അല്ലെങ്കിൽ റിഹേഴ്സൽ ഇല്ലാതെ വലിയത് നിർത്താതെ ഒക്കെ നിർത്തിയാൽ എന്റെ പാഠം നശിച്ചൊന്നും വരില്ല. അങ്ങനെ ഒരു ഷെഡ്യൂളിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്, ഒതുങ്ങി നിൽക്കുകയാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ കാലത്തെ കുട്ടികൾക്ക് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അതീവ സ്വതന്ത്രരായിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്, വളരുന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധമുള്ളൊരു കാര്യമാണ്. ഞാൻ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഓരോ മാസവും വളരെ പെട്ടെന്ന് വരുന്നതാണ്. 2 വർഷമൊക്കെ വലിയ കാലമാണ്. ഈ 2 വർഷത്തിനുള്ളിൽ അവർ ഓരോരുത്തരും എങ്ങനെയാണ് വളർന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമുണ്ട്. അപ്പൊ അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വൃന്ദാവനത്തിലെ പുഷ്പങ്ങളായിട്ട് ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്നും ഒരുപാട് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേകം വ്യക്തികൾ, ഈ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വൃത്തം എന്നുള്ളത് വലുതായിക്കോട്ടെ ഇരിക്കട്ടെ, അതിൽ അനേകം വ്യക്തികൾ ഉണ്ടാവട്ടെ, ഒരുപാട് പേർ ഒത്തുചേർന്ന് ബലമേകുന്ന ഒരു വലിയ തിര വന്നാലും അതിനെ ചെറുത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായി നമ്മുടെ ഗവൺമെന്റ് ഹാർബർ ഏരിയ അപ്പർ പ്രൈമറി സ്കൂൾ വിഴിഞ്ഞം ഇനിയും ശക്തി പ്രാപിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. വർണ്ണക്കൂടാരത്തിൽ ഓരോ കുഞ്ഞും തീർച്ചയായിട്ടും ഒരു പുതിയ നിറമായിരിക്കും കൊണ്ടുവരിക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ചിത്രങ്ങളുടെയോ അല്ലെങ്കിൽ ശില്പങ്ങളുടെയോ പാലത്തിൻ്റെയോ ഒന്നും നിറമല്ല ശരിക്കും വർണ്ണക്കൂടാരം എന്നുള്ള വാക്കിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. മറിച്ച് എന്താണ്, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും അതിലേക്ക് കൊണ്ടുവരുന്ന, അതിൽ വന്ന് പൊഴിക്കുന്ന ഒരു നിറമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവർ പൊഴിക്കുന്ന ഓരോ നിറങ്ങളുണ്ട്. നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു സൂര്യപ്രകാശം അടിച്ചതുപോലെ തോന്നും അല്ലേ? പെട്ടെന്നൊരു വെളിച്ചം വീശിയതുപോലെ തോന്നില്ലേ? ചില മനുഷ്യരെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു താരത്തിനെയൊക്കെ അവിടെ കൊണ്ടുവന്നുണ്ടെങ്കിലും അല്ലേ, പെട്ടെന്നൊരു സൂര്യപ്രകാശം വന്നതുപോലെ തോന്നും, ഒരു വെളിച്ചം വന്ന പോലെ തോന്നും. അതുപോലെ നമുക്ക് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരുട്ടായതുപോലെ തോന്നും നമുക്ക് മനസ്സിൽ. അതുപോലെ മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന ചില വ്യക്തികളുടെ സാമീപ്യം നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ? പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ വളരെ കുളിർമയായിരിക്കും നമുക്ക് മനസ്സിൽ, നമുക്ക് പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ആളെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഓരോ വ്യക്തികൾ, ചിലരെ കാണുമ്പോൾ ഒരു പച്ചയാണ്, ഒരു പച്ചപ്പാണ്, ഒരു കുളിർമയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തെളിയുന്നത്. ചിലരെ കാണുമ്പോൾ നല്ല മഞ്ഞയായിരിക്കും തെളിയുന്നത് അല്ലെ? സൂര്യന്റെ ഒരു ഊർജം, ഒരു പൊൻനിറമായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. ചിലരെ കാണുമ്പോൾ ഒരു ഭീതിയായിരിക്കും മനസ്സിൽ തെളിയുന്നത്.